ഇസ്രാ മിഅ്റാജ് നടന്ന് നേരെ പിറ്റേന്നല്ലേ മുശ്രിക്കുകളിൽപ്പെട്ട വലിയൊരു വിഭാഗം വിശ്വസിക്കണം എന്ന് തോന്നാവുന്ന ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മത്താഫിന്റെ മുന്നിൽ നിർത്തിയിട്ട് ഹിജ്ർ ഇസ്മായിലിന്റെ ഭാഗത്ത് നിർത്തിയിട്ട് അവർ ചോദിച്ചു, നിങ്ങൾ ബൈത്തുൽ മഖ്ദിസ് കണ്ടുവന്നില്ലേ? മസ്ജിദുൽ അഖ്സ കണ്ടുവന്നില്ലേ? കണ്ടുവന്നു. അതിന്റെ മുന്നിൽ എത്ര പടിയുണ്ട്, സ്റ്റെപ്പുണ്ട് അങ്ങോട്ട് കയറാൻ? സ്റ്റെപ്പ് എണ്ണാൻ പോയതാ. എത്ര വാതിലുണ്ട്? വടക്കേ ഭാഗത്ത്, കിഴക്കേ ഭാഗത്ത്, പടിഞ്ഞാറ് ഭാഗത്ത്, ഓരോ ഭാഗങ്ങളും കൃത്യമായി അവർ ചോദിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ കൃത്യമായ കണക്ക് പറഞ്ഞു കൊടുത്തു. പല പ്രാവശ്യം പോയി എണ്ണി വന്ന ആൾക്കാരാണിത്. അപ്പൊ കണക്കിങ്ങനെ പറയുമ്പോൾ അപ്പുറത്തൊരാൾ ചോദിക്കണം, റെഡിയാ? ആ റെഡിയാണ്. ഇപ്പൊ പറഞ്ഞതോ? അത് റെഡിയാണ്. ഇപ്പൊ പറഞ്ഞോ? റെഡിയാണ്. ഒക്കെ റെഡിയാ. എന്തിനാ സംശയിക്കണം? ബാക്കിൽ നിൽക്കുന്ന കുറെ ആൾക്കാരാണ് സത്യല്ലേ? ഞങ്ങളൊക്കെ വിശ്വസിച്ചു. അതുകൊണ്ട് കിട്ടിയ നേട്ടതാണ്. വിശ്വസിക്കണോ മറ്റേന്ന് ചെറിയൊരു ആശങ്കയിൽ നിൽക്കുന്ന ആൾക്കാരെ ഉള്ളിലായിട്ട് ഉറപ്പ് കിട്ടി. ഞാൻ ആ പറഞ്ഞ കറക്റ്റാണ് എണ്ണം. മുന്നിലുള്ള വാതിലിന് എത്ര പൊളിയുണ്ടെന്നും എത്ര ജനലുണ്ടെന്നും, ജനലൊക്കെ എണ്ണാൻ പോയതാ അവിടെ കറക്റ്റ്. എല്ലാം അവർ ചോദിക്കല്ലേ, എല്ലാം കറക്റ്റ് ചോദിക്കുന്ന കൂട്ടത്തിൽ എന്തെല്ലാം ചോദിച്ചു. ഞങ്ങളുടെ കച്ചവട സംഘം പോയിട്ടുണ്ട്, അവരെ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും കണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഞാൻ കണ്ടു, അവരെ കൂട്ടത്തിൽപ്പെട്ട ആളെ ഞാൻ വിളിച്ചു, എന്തോ ഒരു സാധനം കാണാതായിട്ട് അവരൊക്കെ തിരയുന്നുണ്ട്, നിങ്ങൾ തിരിച്ചു വന്നിട്ട് ചോദിച്ചു നോക്കണം. അപ്പൊ ചോദിച്ചു അവരെവിടെ എത്തിയിട്ടുണ്ട്, എന്നെത്തും നമ്മുടെ നാട്ടിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സംഭവം നടന്നത് തിങ്കളാഴ്ച രാത്രിയിലല്ലേ? തിങ്കളാഴ്ച രാത്രി നടന്ന് പിറ്റേന്ന് തിങ്കളാഴ്ച, ചൊവ്വ കഴിഞ്ഞ് ബുധൻ വൈകുന്നേരം ആകുമ്പോഴേക്ക് അവരിവിടെ എത്തുന്നു പറഞ്ഞു. ഇവരൊക്കെ എന്താ കണ്ണും തുറപ്പിച്ച് കാത്തിരിക്കുന്നത്? ഇതെങ്ങാനും നടന്നിട്ടില്ലെങ്കിൽ കൂക്കി വിളിക്കാനൊരു അവസരം കാത്തിരിക്കല്ലേ? ആ കാഫിലക്കൂട്ട കച്ചവട സംഘം മക്കയിൽ എത്തിയ ഉടനെ തന്നെ എല്ലാവരും ചാടി വന്ന് ചോദിച്ചു, അല്ല നിങ്ങളെ യാത്രക്കിടയിൽ എവിടെയെങ്കിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിച്ചിരുന്നോ? ആ വിളിച്ചിരുന്നു. കേട്ടവരൊക്കെ പറഞ്ഞു, ഞങ്ങളൊക്കെ കേട്ടു. ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും പറഞ്ഞു, ഹാദാ സൗത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സൗണ്ട് അവിടുത്തെ സൗണ്ടാണല്ലോ ഇപ്പൊ നമ്മൾ കേട്ടത്. അത് ശരി, നിങ്ങളെന്തോ സംഗതി കാണാനായിട്ട് തെരഞ്ഞിരുന്നു. എത്ര കൃത്യമായിട്ടാണ് വിഷയങ്ങൾ പറഞ്ഞത്, എത്ര റെഡി ആയിട്ടാണ് പറഞ്ഞു കൊടുത്തത്. ഇങ്ങനെ എല്ലാ തരം ഇൽമുകളും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അത് അളക്കാനും അത് എത്രയുണ്ട് എന്ന് കണക്ക് കൂട്ടി പറയാനും കഴിയില്ല ബാക്കിയുള്ള ആളുകൾക്കാർക്കും. അത്രമാത്രം ഇൽമാണ് അവിടത്തേക്ക് അല്ലാഹു നൽകിയത്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട്, ജാഹ് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ഇൽമിൽ അല്ലാഹു ബറക്കത്ത് ഏറ്റി തരട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫും ഇസ്സത്തും അല്ലാഹു തആല ഉത്തരോത്തരം ഉയർത്തി നൽകുമാറാകട്ടെ.